Hello students, നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. The chapter name is Materials Analysis Techniques. അപ്പോൾ ഇതുവരെ നമ്മൾ പല ടൈപ്പ് മെറ്റീരിയൽസിനെ പറ്റി പഠിച്ചു. ആദ്യം പലതരം ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. സിറാമിക്സ്, പോളിമേഴ്സ്, പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ്, അങ്ങനെ ഒരുപാടെണ്ണം പഠിച്ചു. ഇനി നമ്മളതിനെ എങ്ങനെ അനലൈസ് ചെയ്യും, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എങ്ങനെ അനലൈസ് ചെയ്യും, അതിനുള്ള ടൂൾസ് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ സീ വാട്ട് ഈസ് ദ വൈ വി നീഡ് മൈക്രോസ്ട്രക്ചറൽ ഡീറ്റെയിൽസ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ഓർ ഡിസൈറബിൾ ടു എക്സാമിൻ ദി സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് ആൻഡ് ഡിഫക്ട്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. ഇപ്പം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കുള്ളൊരു മെറ്റീരിയലിൻ്റെ അതിൻ്റെ സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം. എന്നാൽ മാത്രമേ ഉള്ളൂ ആ മെറ്റീരിയൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. നമുക്കിപ്പം നമ്മുടെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സെൻസസിനെ കൊണ്ട് നമ്മളൊരു മെറ്റീരിയലിനെ അനലൈസ് ചെയ്യുന്നത് ലിമിറ്റഡാണ്. നമ്മുടെ കണ്ണ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പം നേരത്തെ കാർബണിൻ്റെ അലോട്രോപ്സ് പഠിച്ചപ്പം കാർബൺ നാനോ ട്യൂബ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ അതിൽ നമുക്ക് കാർബൺ നാനോ ട്യൂബ്സ് നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നാനോ സൈസാണോ എന്നറിയാൻ നമുക്കുള്ളടുത്ത് നമ്മളെ കണ്ണിന് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ കണ്ണിന് നാനോ പാർട്ടിക്കിൾസ് കാണാനുള്ള എബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ക്യാരക്ടറൈസ് ചെയ്യാനുള്ള, മെറ്റീരിയൽസിൻ്റെ സൈസ്, അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ അറിയാനുള്ള അങ്ങനെയുള്ള ടൂൾസ് വേണം. അപ്പോൾ അതിനാണ് നമ്മൾ മൈക്രോ സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്കറിയാം ഇമ്പ്യൂരിറ്റി ആറ്റം ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഡിഫക്ട്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു ആറ്റം മിസ്സിങ് ആവാം. അപ്പോൾ അങ്ങനത്തെ ഡിഫക്ട്സ് എല്ലാം കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉണ്ടോയെന്ന് അറിയണമെങ്കിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വേണം. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ്സിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോ സ്ട്രക്ചറൽ ക്യാരക്ടറൈസേഷൻ ടൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ മൈക്രോ സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ മെറ്റീരിയൽസ് നമുക്കിപ്പം ഈ പോറസ് ആണോ മെറ്റീരിയൽ, പോറസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉള്ളിൽ പൊള്ളയായിട്ടുള്ള മെറ്റീരിയൽ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അറിയാൻ പറ്റില്ല ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്. അപ്പോൾ അങ്ങനെയാണോ നമുക്ക് അറിയണമെങ്കിൽ ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യണം, മൈക്രോ സ്ട്രക്ചറൽ ക്യാരക്ടറൈസേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ മെറ്റീരിയൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ മൈക്രോ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സാണ് മൈക്രോ സ്ട്രക്ചറൽ അനാലിസിസ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് however in most materials the constituent grains are of microscopic dimensions, having diameters that may be of the order of microns, and their details must be investigated using some type of microscope. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രെയിൻസ് ഉണ്ടാവും. പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആണെങ്കിൽ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ടാവും, അതിന് നമ്മൾ ഗ്രെയിൻസ് എന്ന് പറയും. ഗ്രെയിൻ സൈസും ഷേപ്പും ഒക്കെ അതിനെയാണ് നമ്മൾ മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. The grain size and shape are the only two features what is termed the microstructure. അപ്പോൾ മൈക്രോ സ്ട്രക്ചർ നമ്മൾക്ക് അനാലിസിസ് ചെയ്യണമെങ്കിൽ അത്രയും മൈക്രോ ലെവൽസിലേക്ക് നമ്മൾ പോകണം. മൈക്രോ എന്ന് പറയുന്നത് 10⁻⁻6 ഓർഡറിലുള്ളതാണ്, 6 മീറ്റേഴ്സ് ഓർഡറിലുള്ള സൈസിനെയാണ് മൈക്രോ എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്ക് ഒപ്റ്റിക്കൽ, ഇലക്ട്രോൺ ആൻഡ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പി. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ഉണ്ട്, സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഈസ് എൻ എക്സ്ട്രീംലി യൂസ്ഫുൾ ടൂൾ ഇൻ ദി സ്റ്റഡി ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് മെറ്റീരിയൽസ്. സെവറൽ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോ സ്ട്രക്ചറൽ എക്സാമിനേഷൻസ് ആർ. നമ്മൾ എന്തിനാണ് മൈക്രോ സ്ട്രക്ചറൽ എക്സാമിനേഷൻസ് നടത്തുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടു എൻഷുർ ദി അസോസിയേഷൻസ് ബിറ്റ്വീൻ ദി പ്രോപ്പർട്ടീസ് ആൻഡ് സ്ട്രക്ചറും. ഒരു സ്ട്രക്ചറിന് നമുക്ക് ഇപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നതിനെ കൊണ്ട് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആവാം, അതുപോലെ മൈക്രോ സ്ട്രക്ചർ ആവാം. അപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു, ഡിഫറെൻറ്റ് ഇപ്പം ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിനും നമുക്ക് പറയുമ്പോൾ FCC ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ആണ്, അല്ലെങ്കിൽ
അതിന് അല്ലെങ്കിൽ ബോഡി സെൻറ്റേഡ് ക്യൂബിക്കാണ്. അതിനൊക്കെ പാക്കിംഗ് എഫിഷ്യൻസി എല്ലാം ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ. സിമ്പിൾ ക്യൂബിക്കാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പാക്കിംഗ് എഫിഷ്യൻസി, അതിൽ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ള രീതി, അതെല്ലാം ഡിഫറെൻ്റ് ആണ്. സോ വി ഷുഡ് നോ ദ സ്ട്രക്ചർ ഇൻ ഓർഡർ ടു പ്രഡിക്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ ഈ സ്ട്രക്ചർ പ്രോപ്പർട്ടി റിലേഷൻ നമുക്ക് അറിയണമെങ്കിൽ എന്താണ്, നമുക്കതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ മൈക്രോ സ്ട്രക്ചറൽ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ടു പ്രഡിക്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് വൺസ് ദീസ് റിലേഷൻഷിപ്പ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസ് ഇന്ന ഈ ഒരു ബിഹേവിയർ കാണിക്കുന്ന മെറ്റീരിയൽസിന് ഇന്ന പ്രോപ്പർട്ടി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെറ്റീരിയൽ നിങ്ങൾ സിന്തസിസ് ചെയ്തു. അപ്പോൾ ആ മെറ്റീരിയലിൽ നിങ്ങളെ സ്ട്രക്ചറൽ അനാലിസിസ് നടത്തിയപ്പം ക്രിസ്റ്റൽ സ്ട്രക്ചർ ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കാണ് എന്ന് കിട്ടിയെങ്കിൽ ആ ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കിന് ഇന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാവുമെന്ന് നമ്മൾ നേരത്തെ വേറെ പല മെറ്റീരിയൽസൊന്നും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നിങ്ങൾ സിന്തസിസ് ചെയ്ത പുതിയ മെറ്റീരിയലിനും ഇന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ടു ഡിസൈൻ അലോയ്സ് വിത്ത് ന്യൂ പ്രോപ്പർട്ടി കോമ്പിനേഷൻസ്. അപ്പോൾ അലോയ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ കൂടുതൽ പ്രോപ്പർട്ടി എൻഹാൻസ്മെൻറ്റ് നടത്താൻ പറ്റും പുതിയ അലോയ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. അതിന് നമുക്ക് ഈ നമ്മൾ അലോയ്സിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. പിന്നെ നമ്മൾ ഒരു സ്ട്രക്ചറൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഒരു അലോയ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന പ്രോപ്പർട്ടി ഉണ്ടെന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടു ഡിറ്റർമിൻ വെദർ ഓർ നോട്ട് മെറ്റീരിയൽസ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഹീറ്റ് ട്രീറ്റഡ് ആൻഡ് ടു അസർട്ടൻ ദ മോഡ് ഓഫ് മെക്കാനിക്കൽ ഫ്രാക്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ബേരിയം ടൈറ്റാനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെൽ നോൺ ഡയലക്ട്രിക് മെറ്റീരിയലാണ്. ഇപ്പം നമ്മൾ ഇൻസ്ട്രുമെൻസിലൊക്കെ ഡയലക്ട്രിക് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ബേരിയം ടൈറ്റാനേറ്റ് എന്ന് പറയുന്നത് ബേരിയം കാർബണേറ്റും ടൈറ്റാനിയം ഓക്സൈഡും വെരി ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ട്രീറ്റ് ചെയ്തിട്ടാണ്, ഹൈ ടെമ്പറേച്ചറിൽ ഫർണസിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ ബേരിയം ടൈറ്റാനേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹീറ്റ് ട്രീറ്റ് ചെയ്തു, നമുക്ക് അറിയില്ല നമുക്കതിൽ ആ കോമ്പൗണ്ട് ഫുള്ളി ഫോം ചെയ്തു എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്യാരക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും, അനാലിസിസ് ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അത് കംപ്ലീറ്റ് ആയിട്ട് ബേരിയം കാർബണേറ്റും ടൈറ്റാനിയം ഓക്സൈഡും റിയാക്ട് ചെയ്ത് ബേരിയം ടൈറ്റാനേറ്റ് ആയോ എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനത്തെ മൈക്രോസ്കോപ്പിക് അനാലിസിസോ എക്സ്റേ ഡൈഫ്രാക്ഷൻ അനാലിസിസോ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ ബേരിയം കാർബണേറ്റും ടൈറ്റാനിയം ഓക്സൈഡും ബാക്കിയില്ല, മുഴുവനും റിയാക്ട് ചെയ്തിട്ട് ബേരിയം ടൈറ്റാനേറ്റ് ഓക്സൈഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വെദർ ദ മെറ്റീരിയൽ ഹാസ് ബീൻ കറക്റ്റ്ലി ഹീറ്റ് ട്രീറ്റഡ്, കൃത്യമായിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അനാലിസിസ് മൈക്രോസ്ട്രക്ചറൽ എക്സാമിനേഷൻസ് നമ്മളെ സഹായിക്കും. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മൈക്രോസ്ട്രക്ചറൽ അനാലിസിസിനെ കൊണ്ടുള്ള യൂസസ്. ഇനി നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി ആദ്യം തന്നെ നമുക്ക് നോക്കാം. മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ പരിധിയിൽ അപ്പുറമുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മൈക്രോസ്കോപ്പി എന്നുള്ളത്. മൈക്രോ ലെവലിൽ നമുക്കതിനെ ഒരു മെറ്റീരിയലിനെ സ്റ്റഡി ചെയ്യുന്നതാണ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി നമുക്ക് നോക്കാം. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഉള്ള മൈക്രോസ്കോപ്സ് ആണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. With optical microscopy, the light microscope is used to study the microstructure. Optical and illumination systems are the basic elements. Basic elements എന്തൊക്കെയാണ്? ലെൻസസ് ആയിരിക്കും. ലെൻസും ലൈറ്റും ഒക്കെ തന്നെയാണ്. For materials that are opaque to visible light. Opaque to visible light എന്ന് പറഞ്ഞാൽ visible light ആ മെറ്റീരിയലിലൂടെ കടന്നു പോകാത്ത. Only the surface is subject to the observation and the light microscope may be used in reflecting mode. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിൻ്റെ എന്താണ് റിഫ്ലക്റ്റിവിറ്റീൻ്റെ കോൺട്രാസ്റ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് ഇമേജ് ഫോം ചെയ്യാം. കോൺട്രാസ്റ്റ് ഇൻ ദ ഇമേജ് പ്രൊഡ്യൂസ്ഡ് റിസൾട്ട് ഫ്രം ഡിഫറൻസസ് ഇൻ റിഫ്ലക്റ്റിവിറ്റി ഓഫ് ദി വേരിയസ് റീജിയൻസ് ഓഫ് ദി മൈക്രോസ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഈ കോൺട്രാസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആ ഒരു മെറ്റീരിയലിൻ്റെ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് കോൺട്രാസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും.
അപ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫിൽ നിന്ന് നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ സർഫസ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് ടൈപ്സ് ആർ ഓപ്പൺ ടേംഡ് ആസ് മെറ്റലോഗ്രാഫിക് എന്നാണ് പറയുക. പണ്ട് കാലത്ത് മെറ്റൽസ് ആയിരുന്നു ഇത്, ഫസ്റ്റ് മെറ്റൽസിനെ സ്റ്റഡി ചെയ്യാനായിരുന്നു ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതായത് സർഫസ് പ്രോപ്പർട്ടി മാത്രം, ഒപ്പേക്ക് മെറ്റീരിയൽസ് ആകുമ്പോൾ നമുക്കതിൻ്റെ സർഫസ് പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഇമേജ് സർഫസ് കോൺട്രാസ്റ്റ് വരുന്നത്, സർഫസ് എന്നുള്ള റിഫ്ലക്ഷനിലെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇമേജ് ഉണ്ടാവുക. ആ ഇമേജ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിയിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിക്ക് മാക്സിമം നമുക്ക് തരാൻ പറ്റുന്നത് ഒരു 2000 ടൈംസ് മാഗ്നിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 2000, നമുക്ക് നെക്കഡ് ഐക്കിനേക്കാളും 2000 ടൈംസ് എൻലാർജ് ചെയ്തിട്ട് ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് നിങ്ങൾക്ക് ഒരു ഇമേജ് തരാൻ പറ്റും. പക്ഷേ നമുക്ക് അത്രയും പോരാ. നമ്മൾ പറഞ്ഞു നാനോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നാനോ മെറ്റീരിയൽസ് ഒന്നും ഇത്രയൊരു മാഗ്നിഫിക്കേഷന് നമുക്ക് കാണാൻ പറ്റില്ല. സം സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് ആർ ടു ഫൈൻ ഓർ സ്മോൾ ടു പെർമിറ്റ് ഒബ്സർവേഷൻ യൂസിങ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി. അപ്പോൾ അങ്ങനെയുള്ള സർക്കംസ്റ്റൻസസിൽ യു നീഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ്ഫുൾ ആകും. നമുക്ക് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് ലിമിറ്റ് ഉണ്ട്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് മാക്സിമം 2000 ടൈംസ് മാഗ്നിഫിക്കേഷനാണ് തരാൻ പറ്റുക. അതിനെക്കാട്ടും കൂടുതൽ മാഗ്നിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള, അതിനെക്കാട്ടും ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ യു ഷുഡ് യൂസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇത്രയേ ഉള്ളൂ. ഇമേജ് ഓഫ് ദി സ്ട്രക്ചർ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഫോം യൂസിങ് ദി ബീം ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ലൈറ്റിന് പകരം എന്താണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ് റേഡിയേഷൻ. ലൈറ്റ് റേഡിയേഷന് പകരം യു ആർ യൂസിങ് ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയുണ്ടാവും. ലാംഡ ഇസ് ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു h/p അല്ലേ? എന്തായിരുന്നു ആ ഒരു ഇക്വേഷൻ ഉണ്ട്. p ഈക്വൽ ടു √2mE എന്നുള്ളതെന്ന് നമുക്ക് ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടാവും, ആ ഇക്വേഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട് വെരി ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് വിൽ ബിക്കം വേവ് ലൈക്ക് ഹാവിങ് എ വേവ് ലെങ്ത് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. വെലോസിറ്റിയിലേക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വേവ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വെലോസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് വേവ് ലെങ്ത് കുറയും അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ളൊരു റിലേഷൻ നിങ്ങൾക്കറിയാം. When accelerated across large voltages, electrons can be made to have wavelengths of the order of 0.003 നാനോമീറ്റർ അല്ലെങ്കിൽ 3 പൈക്കോമീറ്റർ, 3 × 10⁻12 മീറ്റർ വരെ നമുക്ക് വേവ് ലെങ്ത് പോസിബിൾ ആണ്. ഹൈ മാഗ്നിഫിക്കേഷൻ ആൻഡ് റിസോൾവിംഗ് പവേഴ്സ് ഓഫ് ദി മൈക്രോസ്കോപ്സ് ആർ കോൺസിക്വൻസ് ഓഫ് ഷോർട്ട് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ബീംസ്. ഇപ്പോൾ ഇലക്ട്രോൺ ബീംസിൻ്റെ വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും, ഭയങ്കര ഹൈ റിസോൾവിങ് പവർ, ഹൈ മാഗ്നിഫിക്കേഷൻ തരും. അതുപോലെ നല്ല റിസോൾവിങ് പവറും കിട്ടും. ദ ഇലക്ട്രോൺ ബീം ഈസ് ഫോക്കസ്ഡ് ആൻഡ് ദി ഇമേജ് ഫോംഡ് വിത്ത് മാഗ്നറ്റിക് ലെൻസ്. ഇവിടെ നമ്മൾ ഒപ്റ്റിക്കൽ ലെൻസിൽ ലൈറ്റ് റേഡിയേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒപ്റ്റിക്കൽ ലെൻസസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതായത് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺവെക്സ് ലെൻസ്, കോൺവേവ് ലെൻസ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇലക്ട്രോൺ ബീമാണ് ഇവിടെ ലൈറ്റിന് പകരം വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒന്നുകിൽ മാഗ്നറ്റിക് ലെൻസസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് കോയിൽസ് ഉപയോഗിക്കാം. അതായത് ഇലക്ട്രോൺസിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ബോത്ത് ട്രാൻസ്മിഷൻ ആൻഡ് റിഫ്ലക്ഷൻ ബീം മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആർ പോസിബിൾ വിത്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ അതിൽ ട്രാൻസ്മിഷൻ അപ്പോൾ നമ്മളൊരു മെറ്റീരിയലിനുള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വരെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാം. അതുപോലെ റിഫ്ലക്ഷൻ നമുക്ക് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മളാകെ റിഫ്ലക്ഷനാണ് നമ്മൾ എപ്പോഴും അധികവും റിഫ്ലക്ഷൻ മോഡിലുള്ളതാണ് ചെയ്യുക. ആ സർഫസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യു ആർ ബി ഏബിൾ ടു ഈവൻ സീ ദറ്റ് യു ആർ ബി ഏബിൾ ടു ഈവൻ
യൂസ് ദിസ് ട്രാൻസ്മിഷൻ മോഡ്. അപ്പോൾ ട്രാൻസ്മിഷൻ മോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ള ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് വരെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ തന്നെ നമുക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്സ് പഠിക്കാൻ പറ്റും. ഒന്ന് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, രണ്ടാമത്തത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, മൂന്നാമത്തത് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ 3 വർക്കിങ്ങും പ്രിൻസിപ്പിളും അങ്ങനത്തെ ഡീറ്റെയിൽസാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.